ഗൂഗിൾ ജെമിനിയുടെ പുതിയ ട്രെൻഡിൽ ഫോട്ടോ എങ്ങനെ എഡിറ്റ് ചെയ്യാൻ നോക്കാം. നിങ്ങൾക്ക് പ്രോംപ്റ്റും കിട്ടുന്നില്ലേ? രണ്ടിനുമുള്ള സൊല്യൂഷൻ ആട്ടോ ഈ ഒരൊറ്റ വീഡിയോയിലുള്ളത്. ആദ്യം നിങ്ങൾ ഏതെങ്കിലും ഒരു വീഡിയോ കണ്ടിട്ട് അത് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ കമന്റ് ബോക്സിൽ അവർ പ്രോംപ്റ്റ് കൊടുത്തിട്ടുണ്ടാവും. അത് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കണം. എന്നിട്ട് പിന്നെ നേരെ പോയി ഗൂഗിൾ ഓപ്പൺ ചെയ്ത് ഒരു ലെൻസിന്റെ ഒരു സിമ്പിൾ കണ്ടോ, അത് സെലക്ട് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മുടെ ഫോട്ടോ ഗാലറിയിൽ ഉണ്ടായിരുന്ന ഈ ഒരു സ്ക്രീൻഷോട്ട് അപ്ലോഡ് ചെയ്യ ഫയൽ എന്നുള്ള ആ ഒരു ഓപ്ഷനിൽ അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. ഇതാണ് നമ്മുടെ സ്ക്രീൻഷോട്ട്. ഇതാണ് നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ടത്. അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ടെക്സ്റ്റിന്റെ ഗൂഗിൾ സെർച്ച് റിസൾട്ട്സ് ആണ് വരിക. ഇതൊന്നും കണ്ട് നിങ്ങൾ പേടിക്കണ്ട കേട്ടോ. തൊട്ട് മുകളിലായിട്ട് സെലക്ട് ടെക്സ്റ്റ് എന്നുള്ളൊരു ഓപ്ഷൻ അവിടെ വന്ന് കിടക്കുന്നുണ്ടാവും. അതാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. സെലക്ട് ടെക്സ്റ്റിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കോപ്പി എന്നുള്ള ഓപ്ഷനാണ് വരിക. അവിടെ കോപ്പിയാണ് സെലക്ട് ചെയ്യേണ്ടത്. കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ കാര്യം. നമ്മുടെ പ്രോംപ്റ്റ് നമുക്ക് സ്വന്തമായി കഴിഞ്ഞിരിക്കുന്നു. ഇനി അതെടുത്തിട്ട് നമ്മൾ ജെമിനിയിൽ പേസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി അതെങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് നമ്മുടെ ഫോണിലെ ഗൂഗിൾ ഓപ്പൺ ചെയ്തതിന് ശേഷം ജെമിനി AI എന്ന് സെർച്ച് ചെയ്യണം. സെർച്ച് റിസൾട്ട് ലോഡായി വരുമ്പം ആദ്യം കാണുന്ന ഈ ഒരു പേജാണ് സെലക്ട് ചെയ്യേണ്ടത്. പേജ് സെലക്ട് ചെയ്താൽ ഗൂഗിൾ ജെമിനിയുടെ ഇങ്ങനൊരു ഇന്റർഫേസ് ആണ് ഓപ്പൺ ചെയ്ത് വരിക. ചില സമയത്ത് ഇത് ഓപ്പൺ ചെയ്ത് വരുമ്പം അവിടെ ആഡ് ലോഡ് ചെയ്ത് വരാറുണ്ട്. അപ്പം നമുക്ക് ആഡിൽ ഈ കാണുന്ന ഓപ്ഷൻ, അതായത് നോ താങ്ക്സ് എന്നുള്ളത് കൊടുത്തു വിടാം. ആഡ് ഒഴിവാക്കിയപ്പോഴും നമ്മൾ നേരത്തെ കണ്ട ഇതേ ഇന്റർഫേസ് തന്നെയാട്ടോ വരുന്നത്. ഇനി ഇവിടെയാണ് നമ്മുടെ എല്ലാ ഫോട്ടോസും എഡിറ്റ് ചെയ്യേണ്ടത്. അതിനായിട്ട് ഈ ഒരു ഇന്റർഫേസിൽ ഒരു ബനാന സിമ്പിൾ കണ്ടോ, പഴത്തിൻ്റെ ഒരു സിമ്പിൾ, അതിൻ്റെ അടുത്ത് തന്നെയായിട്ട് ക്രിയേറ്റ് ഇമേജ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അത് സെലക്ട് ചെയ്യണം. അതല്ലെങ്കിൽ താഴത്തൊരു ബോക്സ് കണ്ടോ, ആ ബോക്സിൽ രണ്ടാമത്തെ ഓപ്ഷൻ ഒരു സിമ്പിൾ, അത് സെലക്ട് ചെയ്താലും നമുക്ക് ക്രിയേറ്റ് ഇമേജ് എന്നുള്ളൊരു ഓപ്ഷൻ അവിടെ വരും. ആ ക്രിയേറ്റ് ഇമേജ് നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം മാത്രമേ നമുക്ക് നമ്മുടെ ഫോട്ടോ അപ്ലോഡ് ചെയ്യാൻ പറ്റുള്ളൂ. സോ നമ്മളിവിടെ എന്തിനാണ് വന്നതെന്ന് ആദ്യം ജെമിനിക്ക് ഒരു ഐഡിയ വേണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കുന്നത്. ക്രിയേറ്റ് ഇമേജ് ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നേരത്തെ കണ്ട ആ ഒരു പഴത്തിൻ്റെ സിമ്പൽ ജസ്റ്റ് താഴെ വന്ന് നിൽക്കുന്നുണ്ടാവും. അത് അവിടെ ഉണ്ടെന്ന് നമ്മൾ കൺഫേം ചെയ്യണം. എന്നാൽ മാത്രമേ നമ്മുടെ ഫോട്ടോ എഡിറ്റായി വരുള്ളൂ. സോ എൻ്റെ ഇൻ്റർഫേസിൽ ഇപ്പോൾ ഒരു പഴത്തിൻ്റെ സിമ്പിൾ വന്ന് കിടക്കുന്നുണ്ട്. ഇനി എനിക്ക് മുന്നോട്ട് ഫോട്ടോ എഡിറ്റ് ചെയ്യാം. അതിനായിട്ട് ഈ ഒരു ബോക്സിൽ താഴെ ഫസ്റ്റ് കാണുന്ന ഒരു പ്ലസ് സൈൻ ഇല്ലേ, അത് സെലക്ട് ചെയ്ത് കൊടുക്കണം. ആഡ് ചെയ്യാന്നുള്ളൊരു മീനിങ് ആണ് കേട്ടോ ആ ഒരു സിമ്പിൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ട് ഓപ്ഷൻസ് വരും. ഒന്ന് അപ്ലോഡ് ഫയൽസ്, അല്ലെങ്കിൽ ആഡ് ഫ്രം ഡ്രൈവ്. നിങ്ങളുടെ ഫോട്ടോസ് എവിടെയാണോ ഉള്ളത് ആ ഒരു ഓപ്ഷനാണ് സെലക്ട് ചെയ്യേണ്ടത്. ഗാലറിയിലാണെങ്കിൽ അപ്ലോഡ് ഫയൽസിനുണ്ടാവും. ഞാനിപ്പോൾ എൻ്റെ ഗാലറിയിലേക്ക് അപ്ലോഡ് ഫയൽസ് വഴിയാണ് പോകുന്നത്. അപ്പോൾ ഫോട്ടോ ലൈബ്രറി കാണിക്കുന്നുണ്ട്. അല്ലെങ്കിൽ അന്നേരം തന്നെ ഒരു ഫോട്ടോ എടുക്കാം, അല്ലെങ്കിൽ ഫയൽസിലുണ്ടാവും. നിങ്ങൾ അന്നേരമാണ് ഫോട്ടോ കൊടുക്കുന്നതെങ്കിൽ ഒരു കാര്യം മാത്രം ശ്രദ്ധിക്കണം, നിങ്ങളുടെ ഫേസിൽ നല്ല ലൈറ്റ് ഉണ്ടായിരിക്കണം. അതായത് നിങ്ങളുടെ ഫീച്ചേഴ്സൊക്കെ നന്നായിട്ട് എടുത്ത് കാണിക്കണം. നിങ്ങളുടെ കണ്ണ്, മൂക്ക്, ചുണ്ട് ഇതൊക്കെ നല്ല തെളിഞ്ഞ് കാണണം. സോ ഓൾറെഡി എൻ്റെ ഗാലറിയിൽ അത്യാവശ്യം മോശമില്ലാത്തൊരു ഫോട്ടോ ഉണ്ട്. അത് സെലക്ട് ചെയ്യാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതിനായിട്ട് ഫസ്റ്റ് ഓപ്ഷനായ ഫോട്ടോ ലൈബ്രറി സെലക്ട് ചെയ്യാം. ഗാലറി ഓപ്പൺ ആയി വരും. അവിടെ നിന്ന് ഒരു ഫോട്ടോ സെലക്ട് ചെയ്യാം. ഗാലറിയിൽ നിന്ന് ഫോട്ടോ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് ലോഡ് ആവാൻ കുറച്ച് സമയം പിടിക്കും. ഫോട്ടോ ലോഡായി വന്നതിന് ശേഷമാണ് നമ്മുടെ പ്രോംപ്റ്റ് ടൈപ്പ് ചെയ്യേണ്ടത്. ഈ ഒരു സ്പേസിലാണ് നമ്മുടെ പ്രോംപ്റ്റ് നമ്മൾ നേരത്തെ കോപ്പി ചെയ്ത് വെച്ചത് ഇവിടെ പേസ്റ്റ് ചെയ്യാം. എനിക്ക് റിയൽ കമ്പ്യൂട്ടർ ഡെസ്കിൻ്റെ മുകളിൽ ഒരു 3D മോഡലാണ് വേണ്ടത്. അതിൻ്റെ തൊട്ടടുത്തായിട്ട് ഒരു ബോക്സ് കൂടെ വേണം. ആ ഒരു പ്രോംപ്റ്റാണ് ഞാനിവിടെ ടൈപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇനി നിങ്ങൾക്ക് സ്വന്തമായിട്ട് പ്രോംപ്റ്റ് ഉണ്ടാക്കാൻ അറിയാം, നിങ്ങൾക്ക് ഒരു കാര്യം നന്നായിട്ട് പ്രസൻറ്റ് ചെയ്യാൻ അറിയാം, മനസ്സിലുള്ളത് ഒരു സ്റ്റേറ്റ്മെൻറ്റ് രൂപത്തിൽ നിങ്ങൾക്ക് ഗൂഗിൾ ജെമിനിനെ അറിയിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു പാസേജ് അവിടെ ടൈപ്പ് ചെയ്യാം. ഈവൻ നിങ്ങളുടെ ഹെയറിൻ്റെ കളർ മാറ്റണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിൽ, നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് വേണമെങ്കിൽ മാറ്റാം. അതൊക്കെ നിങ്ങളുടെ ഐഡിയ അനുസരിച്ച് നിങ്ങൾക്ക് മാറ്റി ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ടൈപ്പ് ചെയ്തതിന് ശേഷം ഈ ഒരു സിമ്പൽ സെലക്ട് ചെയ്ത് കൊടുക്കണം. അതാണ് സെൻഡ് എന്നുള്ള ഓപ്ഷൻ. ജെമിനിയിലേക്ക് ഇത് സെൻഡ് ചെയ്ത് കൊടുത്താലും നമുക്ക് കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടിയിരിക്കുന്നു. ജസ്റ്റ് എ സെക്കൻഡ് എന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഒരു മിനിറ്റിന് താഴെ ഒന്ന് വെയിറ്റ് ചെയ്താൽ മതി. അപ്പം തന്നെ അത് ലോഡായി വന്നോളും. ജസ്റ്റ് എ സെക്കൻഡ് മാറിയിട്ട് ഇപ്പോൾ ജനറേറ്റിംഗ് ഇമേജ് ആയിട്ടുണ്ട്. ജനറേറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. താഴെയാണ്. അതൊന്ന് താഴോട്ട് സ്ക്രോൾ ചെയ്ത് കൊടുത്താൽ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഞാൻ എൻ്റെ മനസ്സിൽ കണ്ട പോലെ തന്നെയാണ് ഈ ഒരു പിക്ചറിൽ വന്നിരിക്കുന്നത്. ലോഡായി വന്ന പിക്ചർ ഒന്ന് ഫുൾ സൈസിൽ കാണണമെങ്കിൽ ആ പിക്ചർ തന്നെ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്താൽ മതി.
ഫുൾ സൈസിൽ ലോഡായി വന്നിട്ടുണ്ട്. ഇപ്പോഴാണ് എനിക്കൊരു തെറ്റ് മനസ്സിലാവുന്നത്. എൻ്റെ തെറ്റല്ല, ജെമിനിയുടെ തെറ്റാണ്. AI ആണ് അത്. അവർ തന്നെ അവിടെ വാർണിംഗ് കൊടുത്തിട്ടുണ്ട്, AIക്കും അബദ്ധം പറ്റുക, അപ്പം നിങ്ങളൊന്ന് ചെക്ക് ചെയ്യണമെന്ന്. അപ്പോൾ എൻ്റെ തൊട്ട് ബാക്കിലുള്ള ഒരു ബോക്സ് ഉണ്ടല്ലോ, ഈ ഒരു മോഡൽ പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പാക്കേജിങ് ബോക്സാണ് ഞാൻ ആ ഒരു പ്രോംപ്റ്റിൽ കൊടുത്തിട്ടുണ്ടായിരുന്നത്. ആ പാക്കേജിൽ 2 ലേഡീസാണ് നിൽക്കുന്നത്, അതായത് ഞാനും എൻ്റെ ഒരു കോപ്പിയും. ശരിക്കും ചേട്ടനാണ് എൻ്റെ അടുത്ത് വേണ്ടിയിരുന്നത്. അപ്പോൾ അതൊരു തെറ്റായ ഒരു ഫോട്ടോ ആണ് ലോഡായി വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഒന്നുകൂടെ ഒന്ന് കൊടുത്തു നോക്കുകയാണ്, ശരിയായിട്ടുള്ള ഒരു പിക്ചർ ലോഡായി വരുന്നോ എന്ന് നോക്കാം. യെസ്, ഇപ്പോൾ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഡൗൺലോഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ പറഞ്ഞ പോലെ ടോപ്പ് റൈറ്റ് കോർണറിൽ ഡൗൺലോഡിൻ്റെ സിമ്പിൾ ഉണ്ട്, അവിടെ ക്ലിക്ക് ചെയ്യാം. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ഡയലോഗ് ബോക്സ് വരും, അവിടെയും ഡൗൺലോഡ് എന്ന് കൊടുക്കാം. അപ്പോൾ നിങ്ങളുടെ ഗാലറിയിലേക്ക് ഈ ഒരു ഫോട്ടോ ഡൗൺലോഡായി വരുന്നതായിരിക്കും. ഇനി കുറച്ച് പ്രോംപ്റ്റ്സിൻ്റെ സ്ക്രീൻഷോട്ട് ഞാനിവിടെ കൊടുത്തേക്കാം. അത് നിങ്ങൾ ഇതേപോലെ തന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഗൂഗിളിൽ കൊണ്ടുപോയിട്ട് ടെക്സ്റ്റ് ആക്കിയാൽ മതി. ഞാനിപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്ന പ്രോംപ്റ്റ്സ് ഒക്കെ നല്ല അടിപൊളി പ്രോംപ്റ്റ്സ് ആട്ടോ. അപ്പം എല്ലാവരും നിങ്ങളുടെ പിക്ചേഴ്സൊക്കെ ആക്കിയിട്ട് എനിക്ക് കമൻറ്റ് ചെയ്യുക. ഓക്കെ, ബൈ.